ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിലവിലുള്ള പ്രാർത്ഥന കൂടാതെ ചിലർ ആയത്തുൽ കുർസി ഓതുന്നതായി കാണുന്നു. ഇത് ഓതേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് പറയണം. ചോദിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനാണ്, കൊല്ലത്ത് നിന്നും. ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസാരം ഒഴിവാക്കുക. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല. പിന്നെ ബാങ്കിന് ശേഷമുള്ള ദുആ വളരെ പ്രതിഫലമുള്ളതാണ്, വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ ദുആ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി വളരെ വലുതാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനൽ വസീല വൽ ഫളീല തുടങ്ങുന്ന ദുആ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പലരും ചൊല്ലലില്ല. നിസ്കാരത്തിന് ശേഷം വളരെ വൃത്തിയായിട്ട് അങ്ങനെ ചൊല്ലുകയും മക്കളെ അത് ചൊല്ലി പഠിപ്പിക്കുകയും അവരെ അങ്ങനെ ശീലിപ്പിക്കുകയും ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ആയത്തിൽ കുറിച്ച് ഓതുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ ഖയ്യൂം. ബാങ്കിൻ്റെ ദുആ കഴിഞ്ഞതിന് ശേഷം അതുകൂടി ഓതുന്നവരുണ്ട്. അതങ്ങനെ ഓതുന്നത് അതെന്താ കാരണമെന്ന് പറഞ്ഞാൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്താണ് എന്നൊരു ഹദീസുണ്ട്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്താണ് എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്ക് വിളിച്ച് പിന്നീട് അതിൻ്റെ ഇടയിൽ മറന്നു പോകുന്നെങ്കിലും എന്ന് കരുതിയിട്ടാണ് ചില ആളുകൾ ബാങ്കിൻ്റെ ദുആ കഴിഞ്ഞിട്ട് ഈ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുക. വളരെ പ്രതിഫലമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ചെയ്യാവുന്നവർക്ക് ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പ്, നിസ്കാരത്തിന് മുമ്പുള്ള ആ സമയത്ത് ആയത്തുൽ കുർസി ഓതാവുന്നതാണ്.